സത്യം ഇതല്ലേ? കഴിഞ്ഞ മാസം 3-ാം തീയതി മലപ്പുറത്ത് ഷെയ്മ എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. വീടിനോട് ചേർന്നുള്ള സജീറും കൈയുടെ ഞരമ്പേർത്ത് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ സജീർ ഹോസ്പിറ്റലിൽ നിന്ന് ആരും കാണാതെ പുറത്തേക്ക് പോവുകയും ഒരു മരച്ചില്ലയിൽ, വളരെ വേദനാജനകമായ ഒന്നായിരുന്നു, ഒരു മരച്ചില്ലയിൽ സജീറും തൂങ്ങി മരിച്ചു. അങ്ങനെ 2 പേര്, അയൽവാസികളായിരുന്ന 2 പേരുടെ മരണമാണ് മലപ്പുറം കണ്ടത്. പിന്നീട് സോഷ്യൽ മീഡിയകളിലും ഇതിനെക്കുറിച്ച് ഈ വാർത്ത അറിയുന്നവരെല്ലാവരും ഇവർ തമ്മിൽ പ്രേമത്തിലായിരുന്നെന്നും ഈ വീട്ടുകാരെ കല്യാണം നടത്തി കൊടുക്കാത്തതിന്റെ പേരിലാണ് ആ പെൺകുട്ടിയും ഇപ്പോൾ ഈ യുവാവും മരിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയകളിലെല്ലാം ഈ വാർത്തയും ഈ വീട്ടുകാരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ 2 വർഷം മുന്നേ ഈ പെൺകുട്ടിയുടെ പിതാവ് മരണപ്പെട്ടതാണ്. ആ മരണപ്പെട്ട പിതാവിനെ പോലും ആരും വെറുതെ വിടുന്നില്ല എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഇന്നലെ 2 ദിവസം മുന്നേ നാസർ ബാപ്പു എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ അടുത്തൊരു ബന്ധു ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറയുന്നത് ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളത് മാത്രമാണ് ഈ പ്രചരിപ്പിക്കുന്ന ഒരു സത്യം. പിന്നീട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാര് ഈ ആൺകുട്ടിയുടെ യുവാവിന്റെ വീട്ടുകാരുമായിട്ട് ഈ കല്യാണത്തെ കുറിച്ച് സംസാരിക്കുകയും അപ്പോൾ അവർ നല്ല രീതിയിൽ ഈ കല്യാണം നടന്നാലുണ്ടാവുന്ന മറ്റുള്ള ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ സന്തോഷത്തോടെ പിരിയുകയും പെൺകുട്ടിയെ കാര്യങ്ങൾ ധരിപ്പിച്ച് പെൺകുട്ടി അപ്പോൾ വേറെ കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ യുവാവ് സജീർ ഇൻസ്റ്റാഗ്രാമിൽ അവർ തമ്മിൽ ഒരുമിച്ച് പ്രണയത്തിലായിരുന്നപ്പോൾ ഒരുമിച്ചുണ്ടായിരുന്ന ഫോട്ടോകൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ഈ ഫോട്ടോസ് ഈ പെൺകുട്ടി കാണുകയും ഇത് ഇനി എനിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ ഫോട്ടോസുകൾ എന്റെ ജീവിതത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് ഈ പെൺകുട്ടിയുടെ അടുത്ത ബന്ധുവായ നാസർ ബാപ്പു പറയുന്നത്. പക്ഷെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിനു ശേഷം അത് വിഷമത്തിലാവാം കാമുകനായ സജീറും കൈ ഞരമ്പ് മുറിക്കുകയും ഹോസ്പിറ്റലിലാവുകയും അവിടുന്ന് ആരും കാണാതെ പുറത്തുപോയി ഇപ്പോൾ തൂങ്ങി മരിക്കുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ, ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ എല്ലാവരും ഈ 2 വീട്ടുകാരെയും, സജീറിന്റെയും ഷൈമയുടെയും വീട്ടുകാരെയാണ് കുറ്റം പറയുന്നത്. അവർ ഈ കല്യാണം നടത്തി കൊടുത്തിരുന്നെങ്കിൽ ഈ കുട്ടികൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. പക്ഷെ ഇതൊക്കെയായിരുന്നു സത്യം. എല്ലാ പ്രണയങ്ങളും എല്ലാ വീട്ടുകാരെ സംബന്ധിച്ച് ഇപ്പോൾ മക്കൾക്കൊരു ഇതുണ്ടാകുമ്പോൾ അവരെ കല്യാണം നടത്തി കൊടുക്കാൻ 2 വീട്ടുകാരും സമ്മതമായിരുന്നു. പക്ഷെ അതിന്റെ നടന്നാലുണ്ടാവുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിക്കൊണ്ടാണ് അവർ അതിൽ നിന്ന് 2 ആളെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത്. അതിനുശേഷമാണ് ആ പെൺകുട്ടി മറ്റൊരു കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്ത് അത് ഉറപ്പിക്കലിന്റെ എത്തിയതിനു ശേഷമാണ് ഈ ഫോട്ടോസ് സജീർ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതും പെൺകുട്ടി മരിക്കുന്നത്. അപ്പൊ വീട്ടുകാർ ഇതിൽ നിരപരാധികളാണ്. ഈ 2 കുടുംബക്കാരും അവരുടെ വഴി തെരഞ്ഞെടുത്തത് ഷെയ്മയും സജീറും തന്നെയാണ്.